നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 8 സ്ഥാനാർത്ഥികൾ രംഗത്ത്. പത്രിക സമർപ്പിച്ചിരുന്നത് 12 പേർ. സൂക്ഷ്മ പരിശോധനയിൽ 4 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളിയവയിൽ പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാടെന്ന ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സമരങ്ങൾ നടത്തുകയും സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്ത കർഷക വ്യാപാരി കൂട്ടായ്മയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. തെരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ നിലപാട് നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇരട്ടയാർ വാഴവര മേഖലകളിൽ വീണ്ടും ഭീതി വിതച്ച വന്യജീവികളുടെ ആക്രമണം. ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം കൂട്ടിൽ കിടന്നിരുന്ന ആടിനെ അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിൽ പ്രദേശവാസികൾ. കട്ടപ്പനയിൽ പോത്തിറച്ചിക്ക് വില കുറച്ചതിന് പിന്നാലെ നഗരസഭ മീറ്റ് സ്റ്റാൾ പൂട്ടി. സ്റ്റാൾ അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലെന്ന കാരണത്താൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 8 സ്ഥാനാർത്ഥികൾ രംഗത്ത്. 12 പേരാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ 4 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളിയവയിൽ പെടും. മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജിന്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയത്. സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ച ക്രമത്തിലായിരുന്നു പരിശോധന. 12 പേരാണ് ആകെ പത്രിക സമർപ്പിച്ചിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ 4 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. ഇതോടെ 8 സ്ഥാനാർത്ഥികളാണ് ഇടുക്കി മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത്. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുശേഷം മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ വരും. CPM പ്രതിനിധി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് ടീൻ കുര്യാക്കോസ്, ബഹുജൻ സമാജ് പാർട്ടിക്ക് വേണ്ടി റസൽ ജോയി, വിടുതലൈ ചുരിതൈകൾ കച്ചിക്ക് വേണ്ടി സജീഷ ജി, ഭാരത് ധർമ്മജനസേനയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, സ്വതന്ത്രന്മാരായ ജോമോൻ ജോൺ, മനേഷ്, PK സജീവൻ എന്നിവരാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ, ബാനർ തുടങ്ങിയവ പ്രദർശിപ്പിക്കരുതെന്നും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് മാതൃകാപരമായ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കണമെന്നും വരണാധികാരി നിർദ്ദേശിച്ചു. ഏപ്രിൽ 8 വൈകിട്ട് 3 മണിക്ക് ചിഹ്നങ്ങൾ നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാടെന്ന ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സമരങ്ങൾ നടത്തുകയും സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്ത കർഷക വ്യാപാരി കൂട്ടായ്മയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. തെരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ നിലപാട് നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇടുക്കിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 22 കർഷക സംഘടനകൾ ഉൾപ്പെടുന്ന സമിതിയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. പട്ടയ വിഷയങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും സംഘടന ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പലപ്പോഴും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സമിതിയിലെ എല്ലാ സംഘടനകൾക്കും അംഗങ്ങൾക്കും അവരുടേതായ നിലപാട് സ്വീകരിക്കാമെന്നും പൊതുവായ നിലപാടില്ലെന്നും സമിതി വ്യക്തമാക്കി. ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ പക്ഷപാതപരമായ നിലപാടുകളും സ്വീകരിക്കാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ സംഘടനയാണ്. ആ സംഘടനയും തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ ഒരു നയമോ തീരുമാനമോ എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ കർഷക സംഘടനകൾക്കും അവരുടേതായ തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശവും അധികാരവുമുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂട്ടായ്മയായിട്ടുള്ള ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ഏതെങ്കിലും കക്ഷികളെ പരാജയപ്പെടുത്തുന്നതിനോ ഏതെങ്കിലും കക്ഷികളെ വിജയിപ്പിക്കുന്നതിനോ അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ യാതൊരുവിധ തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട്. ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന് നേതൃത്വം നൽകുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പ്രത്യേക രാഷ്ട്രീയമില്ലെങ്കിലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സമരങ്ങൾ സമിതി തുടരും. കേന്ദ്ര ദ്രുതകർമ്മ സേനയും പോലീസും ഉപ്പുതറ ടൗണിൽ റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലത്തിലുടനീളം റൂട്ട് മാർച്ച് സംഘടിപ്പിച്ച് വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറയിലും റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്.
ഉപ്പുതറ SI മിഥുൻ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച്. ഉപ്പുതറ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് ടൗൺ ചുറ്റി പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു. കേന്ദ്ര ദ്രുതകർമ്മ സേനയും പോലീസും സംയുക്തമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പ് ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. ആയുധങ്ങൾ ഏന്തിയുള്ള റൂട്ട് മാർച്ച് ജനങ്ങളിൽ കൗതുകവും സമ്മാനിച്ചു. ഇരട്ടിയാർ വാഴവര മേഖലകളിൽ വീണ്ടും ഭീതി വിതച്ച വന്യജീവികളുടെ ആക്രമണം. ഇരട്ടിയാർ നാങ്കുതൊട്ടിക്ക് സമീപം കൂട്ടിൽ കിടന്നിരുന്ന ആടിനെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. പന്തപ്ലാക്കൽ മാത്തുക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയെയാണ് വന്യജീവി ആക്രമിച്ച് കൊന്നത്. മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ആടിനെ കറക്കുവാനായി എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് വീട്ടുടമയായ മാത്തുക്കുട്ടി പറയുന്നു. എൻ്റെ ആടിനെ എന്തോ ഒരു ജീവി എന്താണെന്ന് അറിയത്തില്ല, പുലിയാണോ എന്നാണെന്ന് അറിയത്തില്ല, കാട്ടു മൃഗമാണോന്നും അറിയത്തില്ല. അതിനെ രാവിലെ കൊന്ന് അതിൻ്റെ അകത്തെ ചങ്കം കയറണം, പിന്നെ വലിയ മുഴുവൻ മൊത്തത്തോടെ തൊലി പൊളിച്ച് എന്നെ കഴുത്ത് തൊട്ട് തിന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. എന്നെ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്, അവർ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്തൊരവസ്ഥ ഇങ്ങനെ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിന് അധികാരപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളും തിരഞ്ഞെടുത്ത് വിടുന്നവരെ നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ മുതിർന്ന നേതാക്കന്മാരും മുഖ്യമന്ത്രിയാണെങ്കിലും കോടതി ജഡ്ജിമാരാണെങ്കിലും അവരുടെ വീട്ടിലേക്ക് ഈ വന്യമൃഗങ്ങൾ ചെല്ലുന്നവരെ കാത്തിരിക്കാതെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഇവർ മുൻകൈയെടുത്ത് സംരക്ഷണം നൽകണമെന്നാണ് എൻ്റെയും ഈ നാട്ടുകാരുടെയും നീതിമായ അഭ്യർത്ഥന. തുടർന്ന് പ്രദേശവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വിവരമറിയിച്ചു. ആടുകൾ എത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതേസമയം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് വിവരം വനം വകുപ്പിനെയും അറിയിച്ചു. കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായത് ആശങ്ക പരത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. കട്ടപ്പനയിൽ പോത്തിറച്ചിക്ക് വില കുറച്ചതിന് പിന്നാലെ നഗരസഭാ മീറ്റ് സ്റ്റാൾ പൂട്ടി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലെന്ന കാരണത്താലാണ് സ്റ്റാൾ അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പോത്തിറച്ചിക്ക് വില കുറച്ച് വാർത്തകളിൽ ഇടം നേടിയ കട്ടപ്പന നഗരസഭയുടെ മീറ്റ് സ്റ്റാളാണ് പൂട്ടിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിനാലാണ് സ്റ്റാൾ പൂട്ടിയതെന്നാണ് വിവരം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ സ്ഥലത്തെത്തി സ്റ്റാൾ പൂട്ടണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. സ്റ്റാൾ അടച്ചതോടെ 50ഓളം തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്ന് 4 മാട് വെട്ടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു മാട് വെട്ടാൻ പറ്റത്തില്ല, കോടതി ഓർഡറാണ്, വെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ബാക്കിയുള്ള പണിക്കാരൻ്റെ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് വാക്കുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പണിയുന്ന തൊഴിലാളികൾ മൊത്തം കടവും വായ്പയും പലിശയ്ക്കും പൈസ മേടിച്ചിട്ടാണ് ഈ കട ഉദ്ദേശമാണ് ഞങ്ങൾ പൈസ പലിശയ്ക്ക് മേടിച്ചേക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെയും കാര്യം അങ്ങനെയാണ്. ആഴ്ചയിൽ ഇന്ന് 5000 രൂപ അടയ്ക്കുന്നവരുണ്ട്, 2000 രൂപ അടയ്ക്കുന്നവരുണ്ട്, 10000 രൂപ അടയ്ക്കുന്നവരുണ്ട്. ഇതിനാണ് ഈ തൊഴിലുദ്ദേശമാണ് ഞങ്ങൾ എല്ലായിടത്തും കാശ് മേടിച്ചേക്കുന്നത്. അപ്പോൾ പൈസ തിരിച്ചു കൊടുക്കണം, ഞങ്ങൾക്ക് തൊഴിൽ വേണം. മധ്യ കേരളത്തിൽ ഏറ്റവും അധികം പോത്തിറച്ചി വിൽപ്പന നടക്കുന്ന ടൗണുകളിലൊന്നാണ് കട്ടപ്പന. വർഷങ്ങളായി കെട്ടിടം ലേലം ചെയ്ത് നൽകുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന കൺട്രോൾ ഇന്ന് മാത്രമല്ലല്ലോ, ഇതിന് മുന്നേ എല്ലാം ഉള്ളതല്ലേ. പക്ഷെ ഇന്ന് വരെ ഒരു പ്രവർത്തനങ്ങളും നടത്താതെ ആരുടെയോ കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇന്നിപ്പോൾ ഈ കട പൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോളിനെതിരെ പരാതി കൊടുക്കുന്നതും മേളിലോട്ട് പോകുന്നതുമായിരിക്കും. അതുകൊണ്ട് ഈ കട തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇറച്ചിക്കട കൂടാതെ ഇവിടെ 5 സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയമാണെന്ന് പറഞ്ഞ് ഇറച്ചിക്കടയ്ക്ക് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. കെട്ടിടം ബലക്ഷയമാണ്, അത് മാറ്റി പൊളിച്ചു പണിയണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ പൊളിച്ചു പണിയാൻ എന്തെങ്കിലും ഇത് വാടകയും കൊടുത്ത് നമ്മൾ ഇരിക്കുന്നതാണ്. നമുക്ക് വേറെ ഒരു ജീവിതമാർഗ്ഗമില്ല. ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുമെന്നുള്ളൊരു ആശങ്കയിലാണ്. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പായത് ഈ ഇറച്ചിക്കട എവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഇത്രയും പേര് വയറ്റിപ്പഴപ്പാണ് അതിൽ പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ കെട്ടിടത്തിന് കെട്ടിടം നേരത്തെ മുതൽ പ്രശ്നമാണ്. ആ കെട്ടിടം അവർ നടത്തിയപ്പോൾ പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പോൾ അവർ വീണ്ടും സ്റ്റേ കൊടുത്ത് പൊളിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിരിക്കുക. പക്ഷേ അതേ സമയത്ത് ഞങ്ങളുടെ വഴിയായാലാവും ഞങ്ങളവിടെ പോയി ജീവിക്കും. ഇതുവരെ ഒരു ഇതായില്ല. നമുക്ക് ഈ പണി കൊടുത്ത് ഒരിടം പോകാനും പറ്റത്തില്ല. അതുപോലെ സമ്മതം ഞങ്ങൾ ചെയ്തോ. അതെല്ലാം ഞാൻ തേച്ച് പിടിക്കാം, കണ്ടിട്ട് തേച്ച് ഞാൻ പിടിക്കാം.
സ്വന്തമായിട്ട് ചെയ്തതാണ്, മേച്ചിൽപ്പണിയായിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അനധികൃതമായി മാംസം എത്തിച്ച് വിൽക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കട്ടപ്പനയിലുണ്ടെന്നും ആരോപണമുണ്ട്. ഏത് എവിടെ ചെന്നാലും മാർക്കറ്റ് എവിടെയാണോ, ചെറുതോണിലാണുണ്ട്, കോട്ടയത്താണല്ലോ, എറണാകുളത്താണല്ലോ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റ് നിർത്താനായിട്ട് ഇത്രയും കാലമായിട്ട് ഈ മാർക്കറ്റിന് ഈ കെട്ടിടം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ലേലം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പകുതി സംവിധാനങ്ങൾ ഇതിന് അധികങ്ങൾ ചെയ്തു തരണം. ഇല്ല ഞങ്ങളെ മാറ്റി പാർപ്പിച്ചോ, ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം. ഈ സംവിധാനം തന്നാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് നല്ല ഇറച്ചി കൊടുക്കാനുള്ള ഈ 300 രൂപ വിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു സംവിധാനം അധികാരികൾ ചെയ്തു തരണം. പിന്നെ ഈ കടയ്ക്ക് വേണ്ടി മാത്രം ഇതിനെ പുറകെ കളിക്കുന്ന ആളാരെന്ന് വേണം. പഴയ ആളാണോ പുതിയ ആളാണോ എന്നറിയില്ല. ഇത് എല്ലാവരുടെ മരുത്തടിക്കുന്നത്. പ്രതിദിനം നിരവധി ആളുകളാണ് നഗരസഭയുടെ സ്റ്റാളിലെത്തി ഇറച്ചി വാങ്ങിയിരുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പൂപ്പാറയിലെ വ്യാപാരികൾ. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി വ്യാപാരികൾ പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇടുക്കിയിലെത്തിയപ്പോഴാണ് പൂപ്പാറയിൽ കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ കൂടിക്കാഴ്ച നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പൂപ്പാറയിലെ കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ വളരെ തൃപ്തരാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് പുതുതായി ഒരു തീരുമാനങ്ങളും എടുക്കുവാനോ നടപ്പാക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് ഒരു കൂടിയാലോചന നടത്താമെന്നും അവിടെ വെച്ച് നമുക്ക് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കാമെന്നുമാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത്. ഇതിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും പൂപ്പാറ യൂണിറ്റ് കമ്മിറ്റിയും സന്തുഷ്ടരാണ്. കാരണം വ്യാപാരികളെ കുടിയിറക്കിയത് യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഈ കാര്യത്തിൽ കുറച്ച് അമിതമായ തിടുക്കം കാട്ടി എന്ന അഭിപ്രായമാണ് ഏകോപന സമിതിക്ക് ഉള്ളത്. കാരണം ഹൈക്കോടതി തന്നെ 6 ആഴ്ചത്തെ സമയം ഇവർക്ക് അവിടെ നിന്ന് ഒഴിവായി പോകുന്നതിന് കൽപ്പിച്ചു കൊടുത്തിട്ടും ഉത്തരവിലൂടെ നൽകിയിട്ടും 2 ആഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഇവരെ കുടിയിറക്കാൻ ജില്ലാ ഭരണകൂടം കാണിച്ച ഒരു തിടുക്കം ഞങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത്. ഇതേതാണ്ടൊരു പ്രീ പ്ലാൻഡ് പരിപാടി പോലെയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയത്. ഇപ്പോൾ ഏതായാലും ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അവിടുത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെയും മറ്റു കുടുംബങ്ങളുടെയും പുനരധിവാസം സാധ്യമാക്കാം എന്നുള്ള തരത്തിൽ തന്നെ അദ്ദേഹം ഒരു ഉറപ്പ് പോലെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 7-നാണ് 46 കടകളും 39 വീടുകളും ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് നോട്ടീസ് പതിച്ചത്. പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കെട്ടിടങ്ങളെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. തുടർന്ന് ഇതിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഒഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാപാരികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി വ്യാപാരികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം. കുമളിയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കുമളിയിൽ നിന്നും കോട്ടയം പാമ്പാടിയിലേക്ക് പോവുകയായിരുന്ന ഒരു കുടുംബത്തിലെ 4-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുമളിയിൽ നിന്നും വരുന്ന വഴിക്ക് നെല്ലിമലയ്ക്ക് സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഇതേ തുടർന്ന് വാഹനം പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പോസ്റ്റുകൾ ഒടിഞ്ഞു. ഇതോടെ വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കട്ടപ്പന 20 ഏക്കറിൽ 2 കാറുകൾ ഇടിച്ച് അപകടമുണ്ടായി. കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്തേക്ക് കുടുംബസമേതം പോവുകയായിരുന്ന കട്ടപ്പന സ്വദേശിയുടെയും പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ശേഷം തിരിക്കാൻ മുന്നോട്ടെടുത്ത കട്ടപ്പന സ്വദേശിയുടെയും വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. നെടുങ്കണ്ടം മുണ്ടീരിമ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ 39ാമത് വാർഷികവും ശതാബ്ദി ആഘോഷവും ഏപ്രിൽ 7, 8, 9 തീയതികളിൽ നടക്കും. സമാപന ദിവസം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പ്രകാശയാത്രയും നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 7-ാം തീയതി വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ നടക്കുന്ന ബാലജന സമ്മേളനം വിസ്മിയ വിജയൻ ഉദ്ഘാടനം ചെയ്യും. 8-ാം തീയതി നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ ചെറുകോൾ ശ്രീ ശുഭാനന്ദാശ്രമം സന്യാസിനി വേദാനന്ദിനിയമ്മ അധ്യക്ഷത വഹിക്കും. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം ആരിഫ അയ്യൂബ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന യുവജന സമ്മേളനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം CV ആനന്ദ് ഉദ്ഘാടനം ചെയ്യും.
ഏപ്രിൽ 9 രഥ വാഹന ഘോഷയാത്രയും സമാരംഭ സമ്മേളനവും നടക്കും. സമാപന ദിവസം നടക്കുന്ന ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി സമ്മേളനം പാമ്പാടുംപുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. ശിഹാബ് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഈ ഞായറാഴ്ച തൃക്കൊടിയേറ്റ് കർമ്മം നടത്തി 3 ദിവസങ്ങളായി നടക്കുന്നത്. അതായത് കൊടിയേറ്റ് കർമ്മങ്ങൾ, അതുപോലെ തന്നെ പ്രഭാത പൂജ കാര്യാദികൾ, പ്രഭാഷണങ്ങൾ, ഉച്ചയ്ക്ക് അന്നദാനം, പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, കുട്ടികളുടെ സമ്മേളനം, പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഉള്ള പ്രഭാതത്തിൽ മുതലുള്ള പള്ളി ഉണർത്തൽ, അതുപോലെ തന്നെ ആരാധന, ആത്മീയ പ്രഭാഷണം, പിന്നെ യുവജന സമ്മേളനം, അത് കഴിഞ്ഞ് ആഹാരം, വൈകിട്ട് വനിതാ സമ്മേളനം, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഇതുപോലെ തന്നെ രാവിലെ പള്ളി ഉണർത്തൽ, പ്രഭാത പൂജാ കാര്യാദികൾ, അതൊക്കെ കഴിഞ്ഞ് ആരാധന, ആത്മീയ പ്രഭാഷണം. കഴിഞ്ഞ് രാവിലെ നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രഥവാഹന ഘോഷയാത്രയുണ്ട്. ആനന്ദജി അമ്പുവറ്റിയുടെ 100ാമത് വർഷം ഘോഷിക്കുന്ന, ആനന്ദവർഷമായി ഘോഷിക്കുന്ന ദിനത്തിലെ വാർത്താസമ്മേളനത്തിൽ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് അംഗം സ്വാമി നിത്യാനന്ദൻ, ഷാജി KV കല്ലാർ, സുരേഷ് കുമാർ തട്ടേക്കാനം തുടങ്ങിയവർ പങ്കെടുത്തു. പണം കായ്ക്കും കശുമാവ്, തൊഴിലേക്കും കശുവണ്ടി എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കർഷകർക്കായി പദ്ധതി ഒരുക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ വഴി കർഷകർക്ക് കശുമാവ് കൃഷി പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി വഴിയാണ് കശുമാവ് കൃഷി വ്യാപനത്തിനായി പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. കൃഷി, തദ്ദേശ സ്വയംഭരണം, വനം, റവന്യൂ, കേരള കാർഷിക സർവകലാശാല എന്നീ വകുപ്പുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കശുവണ്ടി കൃഷിയിലൂടെ കർഷകർക്ക് സാമ്പത്തിക ഉന്നമനം നൽകുക, കശുമാവ് കൃഷി സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി. ഗ്രാമപഞ്ചായത്തുകൾ വഴി സൗജന്യമായിട്ടാണ് കർഷകർക്ക് തൈകൾ വിതരണം ചെയ്യുന്നതെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധിയുള്ള പദ്ധതികളൊക്കെ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ ഗുണഭോക്താക്കൾക്കും സൗജന്യമായിട്ട് ക്രാഫ്റ്റ് ഇനത്തിൽപ്പെട്ട കശുമാവ് കൃഷികൾ, തൈകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇത്തരത്തിലുള്ള തൈകൾ നമുക്ക് 10 സെൻറ്റ് മുതൽ 1 ഏക്കർ വരെയും ഒക്കെ നമുക്ക് എത്രയാണോ ഒരു കർഷകൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുമതിയുമായിട്ട് നൽകുന്നതാണ്, സൗജന്യമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കശുമാവ് കൃഷിയിൽ താല്പര്യമുള്ള കർഷകർ എത്രയും വേഗം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് തൈകൾ ഇറക്കി തരുവാനുള്ള ക്രമീകരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശീലനം, ഇത് എങ്ങനെയാണിത് നടക്കേണ്ടതെന്നും ബാക്കിയുള്ള അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃഷിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സബ്സിഡി അടക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതിയിൽ നടീൽ അകലം രീതി, ജൈവവളപ്രയോഗം, കീടനിയന്ത്രണം എന്നിവയിൽ കർഷകർക്ക് ക്ലാസുകളും നൽകും. മികച്ച പരിപാലനത്തിലൂടെ കശുമാവ് കൃഷിയിലൂടെ 1 ഏക്കറിൽ നിന്നും പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കർഷകരെ ക്ഷണിച്ചു. മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും തൈകളുടെ വിതരണം. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. നാം വാഗ്ദത്തത്തിന്റെ സന്താനങ്ങളാകുന്നു എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. അവധിക്കാലം കുട്ടികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങളാണ്. അവരുടെ സന്തോഷവും ആഹ്ലാദവും സാഹോദര്യ സ്നേഹവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആടിയും പാടിയും പഠിച്ചും വരച്ചും പരോപകാര പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ എന്നിവ നടത്തിയും മധുരവും വിശിഷ്ട ഭക്ഷണങ്ങളും കഴിച്ച മനസ്സിൽ നിന്നും മായാത്ത ദിനങ്ങളാണ് ഒരാഴ്ചക്കാലം. JSVBSന്റെ ഏറ്റവും ആകർഷകത്വം എന്നത് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഗാനങ്ങളാണ്.
ഇടവക വികാരി ഫാദർ ജോൺ വർഗീസ് കോർപ്പിസ്കോപ്പ, ഫാദർ ജെയിംസ് കുര്യൻ, സൺഡേ സ്കൂൾ ഭദ്രാസന ഡയറക്ടർ ബെന്നി പഞ്ഞിക്കാട്ടിൽ, ഹെഡ്മിസ്ട്രസ് ഷെർലി വർഗീസ് കീരമ്പടത്തിൽ, ഡെല്ല കുര്യൻ വടശ്ശേരിൽ, ദിവിന വർഗീസ്, വനിതാ സമാജം അംഗങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ തുപ്പിപ്പാള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 1ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് മഹാഘോഷയാത്ര നടന്നു. സ്വരാജ് ചന്ദ്രൻ ചുറ്റിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ഗുരുചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തുപ്പിപ്പാള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 1ാമത് പ്രതിഷ്ഠാ മഹോത്സവം സംഘടിപ്പിച്ചത്. ഏപ്രിൽ 4-ാം തീയതി കൊടിയേറിയ ഉത്സവത്തോടനുബന്ധിച്ചാണ് മഹാഘോഷയാത്ര നടന്നത്. സ്വരാജ് ചന്ദ്രൻ സിറ്റി SN ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് ടൗണിലൂടെ ക്ഷേത്രാങ്കണത്തിൽ എത്തി. താലപ്പൊലി, ചെണ്ടമേളം, കാവടി തുടങ്ങിയവയോടുകൂടിയാണ് ഘോഷയാത്ര നടന്നത്. ശിവഗിരിമഠം ആചാര്യൻ ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത്. വിശേഷാൽ പൂജകൾ, കുടുംബസംഗമം, ആത്മീയ പ്രഭാഷണം, ചെണ്ടമേളം, കലാസന്ധ്യ, മെഗാ തിരുവാതിര, ഗാനമേള, മഹാപ്രസാദമുട്ട് എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് 1ാം ഡിവിഷൻ അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി ബാലു മുനിയൻ സ്വാമി, ക്ഷേത്രം പൂജാരി ഗണേശൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. കൂടാതെ വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലും ഉത്സവത്തിന് കൊടിയേറി. തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും അനുഗ്രഹദായിനിയായ വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിൽ കുടികൊള്ളുന്ന അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിനാണ് കൊടികേറിയത്. പുലർച്ചെയുള്ള പ്രത്യേക പൂജകൾക്ക് ശേഷം രാവിലെ 7 മണിക്കും 9 മണിക്കും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം മേൽശാന്തി ബാലു മുനിയൻ സ്വാമി, ക്ഷേത്രം പൂജാരി ഗണേശൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ. ഉത്സവാഘോഷ പ്രത്യേക വഴിപാടുകളായ ശക്തികരകം, അമ്മൻകുടം, മാവിളക്ക്, തീച്ചട്ടി, ആഴിയിറക്കം എന്നിവയിൽ പങ്കെടുക്കുന്നതിനായി ഭക്തജനങ്ങൾ കൈകളിൽ കാപ്പുകൾ കെട്ടി. കൊടിയേറ്റിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നേർച്ച വിതരണവും നടന്നു. വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ജയശങ്കർ P നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. 9, 10 തീയതികളിലായാണ് ഉത്സവം നടക്കുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. രാജാക്കാടിനെ ആവേശത്തിലാഴ്ത്തിയ വോളിബോൾ മാമാങ്കത്തിന് തിരശ്ശീല വീണു. രാജാക്കാട് മുല്ലക്കാനം സാൻജോ കോളേജിൽ നടന്നു വന്നിരുന്ന സാൻജോ വോളി 2K24 ആവേശകരമായ സ്വീകരണമാണ് കായിക പ്രേമികൾ നൽകിയത്. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വോളിബോൾ മാമാങ്കത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു. കുടിയേറ്റകാലം മുതൽ മലയോര ജനത നെഞ്ചോട് ചേർത്ത കായിക വികാരമാണ് കൈപ്പന്ത് കളി. ഇന്നും ആ വീര്യം ചൂരാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഇടുക്കിയുടെ കാർഷിക ജനത. കൈപ്പന്ത് കളിയോടുള്ള ആവേശം നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ വിവിധ ക്ലബ്ബുകളും സംഘടനകളും കോളേജുകളും വാശിയേറിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് CST സഭാവൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളിന്റെ സ്മരണാർത്ഥം രാജാക്കാട് സാൻജോ കോളേജിന്റെ നേതൃത്വത്തിൽ സാൻജോ വോളി 2K24 സംഘടിപ്പിച്ചത്. കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന 3 ദിവസങ്ങളായി നടന്ന മത്സരത്തിൽ 8ഓളം പ്രമുഖ ടീമുകളും പ്രാദേശിക ടീമുകളും പങ്കെടുത്തു. ദൂരദേശങ്ങളിൽ നിന്നും മികച്ച കായിക താരങ്ങളെ കളത്തിലിറക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഫാദർ എബിൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടന്ന 2ാമത് വോളിബോൾ മത്സരത്തിൽ കൊച്ചൂപ്പ് ഗ്രീൻ വാലി സിക്സസ് ജേതാക്കളായി. നേരിട്ടുള്ള 3 സെറ്റുകൾക്കാണ് 20 ഏക്കർ സിക്സസിനെ പരാജയപ്പെടുത്തിയത്. പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ പാമ്പാടുപാറ ടീമിനെ പരാജയപ്പെടുത്തി ചേറ്റുകുഴി സിക്സസ് വിജയികളായി.
ഇരു വിഭാഗങ്ങളിലുമായി 16 ടീമുകളാണ് 3 ദിവസങ്ങളായി നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വോളിബോൾ പ്രേമികൾ മത്സരം കാണാനെത്തിയിരുന്നു. സമാപന സമ്മേളനം CST പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. കലാപരിപാടികൾ, കായിക മേളകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു സംരംഭത്തിനെ വിജയിപ്പിക്കാനായിട്ട് ഇതിന്റെ കൂടെ നിന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി SH, മത്സര കമ്മിറ്റി കൺവീനർ ഫാദർ ജോജു അടമ്പക്കല്ലയിൽ, ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ, രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി പാലക്കാട്ട്, പുഷ്പലത സോമൻ, മത്സര കമ്മിറ്റി ജോയിന്റ് കൺവീനർ ബോസ് തകടിയേൽ, കോർഡിനേറ്റർ ജോസ് പൊട്ടംപ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്ക ലേല വിവരം. ആകലോട്ട് 187, വിൽപ്പനയ്ക്ക് വന്നത് 60,926, വിൽപ്പന നടന്നത് 58,638. കൂടിയ വില 2,147, ശരാശരി വില 1,575. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 535 രൂപ, ഏലം കൂടിയ വില 1,500, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 925, കൊക്കോ 210, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,415 രൂപ, വെള്ളി 85. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 8 സ്ഥാനാർത്ഥികൾ രംഗത്ത്. പത്രിക സമർപ്പിച്ചിരുന്നത് 12 പേർ. സൂക്ഷ്മ പരിശോധനയിൽ 4 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളിയവയിൽ പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാടെന്ന ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സമരങ്ങൾ നടത്തുകയും സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്ത കർഷക വ്യാപാരി കൂട്ടായ്മയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. തെരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ നിലപാട് നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇരട്ടയാർ വാഴവര മേഖലകളിൽ വീണ്ടും ഭീതി വിതച്ച വന്യജീവികളുടെ ആക്രമണം. ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം കൂട്ടിൽ കിടന്നിരുന്ന ആടിനെ അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിൽ പ്രദേശവാസികൾ. കട്ടപ്പനയിൽ പോത്തിറച്ചിക്ക് വില കുറച്ചതിന് പിന്നാലെ നഗരസഭ മീറ്റ് സ്റ്റാൾ പൂട്ടി. സ്റ്റാൾ അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലെന്ന കാരണത്താൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.